ഇന്ന് സഞ്ജു 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 ജയിക്കും. സഞ്ജു ജയിക്കാൻ സഞ്ജു അല്ലല്ലോ ക്യാപ്റ്റൻ, പരാഗല്ലേ. അതങ്ങനെ അത് പരാഗ് തൽക്കാലം വെച്ചല്ലേ, ഈ കളിക്കും കൂടി പരാഗ് ക്യാപ്റ്റൻ. പിന്നെ സഞ്ജുവിന്റെ തന്ത്രങ്ങളാണ്. പരാഗല്ലേ ക്യാപ്റ്റൻ. എന്താണ് ആറാറിന്റെ കഥ ഞങ്ങൾക്ക് അറിയാം. പരാഗ് ക്യാപ്റ്റൻ അല്ല മൊത്തത്തില് ഇവിടെ ഇപ്പുറത്ത് തലയുള്ളെന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അതാണിപ്പോ ഞങ്ങളെ ആകെ ക്യാപ്റ്റൻ വെച്ചേക്കാണ്. ഞങ്ങൾ ജയിച്ചതിന് ശേഷം തല എങ്ങനെ വരും? എന്തിന് ക്രെഡിറ്റ് എടുക്കാൻ? ആ ബാറ്റിംഗിന്റെ 2 6 അടിക്കും, ഫുൾ തല എപ്പോ വന്നാലും തല അടിച്ചു. തല നേരത്തെ വന്നാലും അടിച്ചു, ലാസ്റ്റ് വന്നാലും അടിച്ചു. എന്തെങ്കിലും നേരത്തെ വന്നിക്കണം. അത് അതിപ്പോ ഇപ്പൊ ഈ IPL ചരിത്രത്തില് CSKക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റണ്ണടിച്ച ആരാ? അത് തലയാണ്. അത് വെറുതെ ലാസ്റ്റ് വന്നിട്ട് അടിച്ചല്ല. ഇപ്പത്തെ കാര്യം പറയില്ല. ഇപ്പത്തെ കാര്യം തലക്ക് ഇങ്ങനെ ചോദിക്കും, ഞാൻ ഇറങ്ങണില്ല എല്ലാവരോടും ചോദിച്ചു ലാസ്റ്റ് ബാക്കിയുള്ളെങ്കിൽ ഇപ്പൊ അവസാനം പോവുക. എന്നിട്ട് ലാസ്റ്റ് 2 ബോൾ കിട്ടുന്നു, 6 അടിക്കുന്നു, ക്രെഡിറ്റ് എടുക്കുന്നു. 6 ഉണ്ടല്ലോ എപ്പോഴും അടിച്ചിട്ട്. അതുകൊണ്ടല്ലോ അത് ആ ടീം ജയിക്കാനായിരുന്നു. അവരിട്ടെടുത്തു, അത്ര തന്നെയല്ലോ. ആയിക്കോട്ടെ, മൂപ്പര് നിർത്താനായി സമ്മതിച്ചു. നിങ്ങള് ഒരു വിദേശ ബാറ്ററല്ലേ ഉള്ളൂ, ഹെറ്റ്മയർ മൂപ്പരർക്കൽ എപ്പോഴാ? അത് ആരെ പേടിച്ചിട്ട്, എന്ത് പേടിച്ചിട്ടാ? കഴിഞ്ഞ കളിയിലൊക്കെ എല്ലാ കളിയിലും, കഴിഞ്ഞ കളിയിലും അതിന് മുമ്പത്തെ കളിയിലും കഴിഞ്ഞ കൊല്ലമൊക്കെ അങ്ങനെ തന്നെ. അത് ആരെ പേടിച്ചിട്ടാണ്? ഒരു ഫിനിഷർ വേണ്ടേ? ഇവിടെ ഞങ്ങളെ ഫിനിഷറാണ് തല. ഇതിപ്പോ എന്താ വേറെ ഫിനിഷർ നിങ്ങളെ ടീമിനെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതപ്പോ നടക്കണേ അതൊന്നുമില്ല. ഞങ്ങൾ ഫോമൊക്കെ ഉണ്ട്, ജയ്സ്വാളൊക്കെ പെരും ഫോമാണ്. ജയ്സ്വാള് സഞ്ജു കഴിഞ്ഞ എത്ര 13 അല്ലേ? അത് നോക്കണ്ട, കഴിഞ്ഞ കളി നോക്കിയാൽ റീസെന്റ് ഗെയിം നോക്കാം. റീസെന്റ് ഗെയിമില് 13 എന്റെ ഓർമ്മ, ഞങ്ങളെ തല 30 അടിച്ചിരിക്കുന്നത്. അപ്പൊ ആരാ ഫോം? തലന്റെ ഫോം അല്ല. ആ ട്രെൻഡ് നോക്കണെങ്കിൽ ഈ കളിയില് സഞ്ജു മിനിമം 50 ആണ്. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസമില്ല. അതായത് നിങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. സിസ്റ്റം എങ്ങനെയാണ്? ഒന്ന് സെഞ്ചുറി 50 ഉണ്ട്, അടുത്തതിൽ കുറഞ്ഞ റൺ എടുക്കുള്ളൂ, അല്ലെങ്കിൽ 0. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതാണ് ഞങ്ങളുടെ ഒരു അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും. നിങ്ങളിപ്പോ ഈ കൊല്ലം കളിച്ച 2 കളി എന്തായി? രണ്ടും തോറ്റിക്കണം. അപ്പൊ അത്രേ ഉള്ളൂ. ഞങ്ങൾ 2 കളിച്ച് ഒന്നെങ്കിലും ജയിച്ചിരിക്കണേ. നിങ്ങൾ 2 തോറ്റിക്കണം. 2 കളിച്ച് ഒന്നെങ്കിലും ജയിച്ചിരിക്കുന്ന RCB എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം കളിച്ച 2 കളിയും ജയിച്ചവരാണ്. നിലവിൽ കപ്പെടുത്ത ടീമിനെ തോൽപ്പിച്ചവരാ. KKR തോൽപ്പിച്ചവരാ. കപ്പിന്റെ കണക്കൊന്നും നിങ്ങൾ ഞങ്ങളോട് പറയണ്ട. വേണ്ടാത്ത ഒരു കപ്പലുള്ളൂ ഞങ്ങൾക്ക്. ഞങ്ങൾ 5 എണ്ണം. അതും നിങ്ങൾ പറയണ്ട. ആദ്യത്തെ രാജാക്കന്മാര് അവസാനത്തെ രാജാക്കന്മാരെ പിന്നെ വൈക്കില്ല. ആദ്യത്തെ രാജാക്കന്മാർ ഓണിന്റെ തന്ത്രം കൊണ്ട് പണ്ട് കിട്ടിയത്. അങ്ങനത്തെ ലെഗസി ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. കൂടെ സൂപ്പറാണ്. ഞങ്ങൾ തലവടണ്ട്. അതിന് വ്യത്യാസം. ആ തലനെ നോക്കി നിന്നോളേ. ചൊറിഞ്ഞ് നിക്കല്ല, വേറെ ഒന്നും. ഋതുരാജ് ഇന്ന് ഫോമാവും. ഞങ്ങളെ രജിൻ രവീന്ദ്ര ഫോമാണ്. ഇനി വേണ്ടി എന്താ, ഞങ്ങളിപ്പോ ആ സാം കർണേറ്റാണ്ട് മാറ്റിങ്ങാണ്ട് മറ്റേ കോൺവോയിനും കൂടി ഇറക്കും. അതോടുകൂടി നിങ്ങളെ കാര്യം തീരുമാനമായി. അപ്പൊ ബൗളിംഗ് ഒരു ചെറിയ വിഷയം അവിടെ കുറയുന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രശ്നമുള്ളത്. അത് ബാക്കിയുള്ള വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് ബൗളേഴ്സ് ഇല്ല. ആർച്ചറിന് കഴിഞ്ഞ കളിയെ അടി കിട്ടി. ആർച്ചർ യഥാർത്ഥത്തില് നിങ്ങളെ ആരാച്ചാരാണ്. അതാണ് ഇപ്പൊ നടക്കുന്നത്. മൂപ്പരോട് കിട്ടാണ്. അല്ല, മൂപ്പരുടെ ഈ സീസണിൽ 2 കളിന്റെ കണക്കൊന്നും അതിന്റെ മുമ്പത്തെ കളി ഇപ്പൊ ഇന്ത്യക്കെതിരെ മൂപ്പര് ഇവിടെ ഇത് കളിച്ചാൽ വന്നല്ലോ. പണ്ടത്തെ ആർച്ചർ ഒന്നും അല്ല. അത് വിചാരിച്ച് നിങ്ങൾ കായ് വാങ്ങി. ദേശ്പാണ്ഡെ ഞങ്ങൾക്കറിയണ പോലെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങളെ തലക്ക് ദേശ്പാണ്ഡെ പോലെ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ കഴിഞ്ഞ കളിയിലും അങ്ങനെ തന്നെ മൂപ്പര കളി എന്താ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കറിയണ പോലെ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ടാവും ഉണ്ടണ്ട. വേറെ പറയും. വേറെ ആരെങ്കിലും നിങ്ങൾക്ക് എറിയാണ്ടെങ്കിൽ പറയും. പിന്നെ ആരുമില്ല. പിന്നെ അസരംഗൻ ദീക്ഷനും ഒക്കെ അല്ലേ. തീക്ഷണ ഞങ്ങൾക്ക് അറിയണ പോലെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞങ്ങൾ തരുന്നല്ലോ. കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങൾ ഉപയോഗിച്ച തീക്ഷണല്ലേ. അത് എത്രത്തോളം തീക്ഷണത ഉണ്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഒഴിവാക്കിയവരെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കണേ. ഞങ്ങൾ ബാറ്റ്സ്മാൻമാരെ മാറ്റി. ഇപ്പൊ ത്രിപാഠി, ഹൂഡ, അതൊക്കെ പഴയ കാലത്ത് നല്ല അടിയാണ്. ഞങ്ങളിത് സ്ഥിരം പരിപാടിയാണ്. പഴയ ആൾക്കാരെ കൊണ്ടുവരിക, ഉസാറാക്കി വിടുക. അങ്ങനെ ഞങ്ങൾ ഉസാറാക്കി വിട്ട ഒരാളാണ് ഇപ്പൊ KKRന്റെ ക്യാപ്റ്റൻ. അത് നിങ്ങൾ മറക്കണ്ട. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യല്. അല്ലാതെ വെറുതെ ഈ വയസ്സന്മാര് ഇങ്ങനെ നോക്കി നോടി അത് മതിയല്ലോ. എന്നിട്ട് ഞങ്ങൾ കപ്പ് ഉണ്ടാവാറില്ലേ എല്ലാ പ്രാവശ്യം? ഇങ്ങനൊക്കെ തന്നെ ഞങ്ങളൊരു ആവറേജ് തല ഔട്ട് ഉണ്ടെങ്കിൽ ആവറേജ് എക്സ്ട്രാ ഓർഡിനറി ആവും.
അതന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പൊ ഈ IPL ഏറ്റവും മോശം ഒരു പ്രതീക്ഷയില്ലാത്ത ടീം നിങ്ങളാണ്. നിങ്ങളെ ഫാൻസ് തന്നെ പറഞ്ഞാണ് ദ്രാവിഡ് വന്ന് ടീം അങ്ങോട്ടാക്കി നിങ്ങൾ തന്നെ പറഞ്ഞു. ഞങ്ങൾ ഓപ്ഷനിൽ മൊത്തത്തിൽ പൈസതാണ്, കളിയിലും കഴിക്കും. അതൊന്നുമില്ല. ഈ കളിയോട് കൂടി ഫുൾ പോസിറ്റീവ് വൈബായിരിക്കും. ഇവിടെ ഗുവാഹട്ടിയിലല്ലേ കളി, അവിടെ നിങ്ങൾ കളിച്ചപ്പോഴൊക്കെ ചെക്കന്റെ ചെക്കന്റെ ആരാധകർ കഴിഞ്ഞ കളിയിലൊക്കെ കണ്ടില്ല, പരാഗിന് ആൾക്കാർ ഓടിയാണ്. പക്ഷെ പിന്നെ മണ്ടിച്ചിട്ട് തല്ലുന്ന കാഴ്ച കണ്ടേ. കാരണം എന്താ, KKR അമ്മാരി നിങ്ങൾ തീരുമാനാക്കി വിട്ടു. നിങ്ങളെ കൊണ്ടാവൂല മക്കളെ, നിങ്ങളെ കൊണ്ടാവൂല. ഇത് താലന്റെ ടീമാണ്. താല എന്ന് നോക്കിക്കോളി, 9ാമത് ഇറങ്ങിയാലും 1ാമത് ഇറങ്ങിയാലും തലക്ക് മാത്രം പേര് ഞങ്ങൾ ജയിക്കും.